ഇന്ന് നമ്മൾ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാണ്. മോഡ്യൂൾ 5 മെയിനായിട്ട് 2 ടോപ്പിക്സാണ് ഡീൽ ചെയ്യുന്നത്. വൺ ഈസ് റൺ ടൈം എൻവയോൺമെൻറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സിന്തസിസ് സ്റ്റെപ്പ് ലാസ്റ്റ് 3 ഫേസിൽ ആണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോറേജ് അലൊക്കേഷനിൽ സ്റ്റോറേജ് ഓർഗനൈസേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, സ്റ്റോറേജ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ പഠിക്കുന്നത്. So first portion is runtime environment. It includes source language issues. റൺടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് വേണ്ട സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ല അപ്പോൾ അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ റൺടൈം എൻവയോൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് എ ടാർഗറ്റ് മെഷീൻ വിച്ച് മേ ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ ലൈബ്രറീസ്, എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, അങ്ങനെ നമ്മളുടെ പ്രോഗ്രാമിന് റൺ ചെയ്യാൻ വേണ്ട എന്തെല്ലാം സെറ്റപ്പാണോ അതിനാണ് ഈ റൺ ടൈം എൻവയോൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ ഒബ്ജക്ട്സിൻ്റെ അലൊക്കേഷൻ, ഡി അലൊക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് റൺ ടൈം സപ്പോർട്ട് പാക്കേജ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് നമ്മൾ പാസ്കൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിങ്ങും കൺവെൻഷനും കൺസ്ട്രക്ട്സും ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാമിന് എങ്ങനെയാണ് പാസ്കലിൽ ഓർഗനൈസ് ചെയ്യുന്നത്, അതിൽ കമ്പോണൻസ് എന്തൊക്കെ വരും, എങ്ങനെ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ നടത്തുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ പ്രോഗ്രാം ഈസ് കൺസിഡർഡ് ടു ബി മേഡ് അപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊസീജിയർ ഡെഫിനേഷൻ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്നൊക്കെ പറയുന്നതിന് അനലോഗസ് ആണ്. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയറും ഒരു സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക, അതാണ് ഈ പ്രൊസീജിയർ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ പ്രൊസീജിയറിൻ്റെ നെയിം, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊസീജിയറിൻ്റെ ബോഡി. അപ്പോൾ പ്രൊസീജിയർ നെയിമും പ്രൊസീജിയർ ബോഡിയും തമ്മിൽ ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രൊസീജിയർ ഡെഫിനേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനേഷൻ തന്നെ വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഫംഗ്ഷനാണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ് അറ്റ് റിട്ടേൺ വാല്യൂസ് ആർ കോൾഡ് ഫംഗ്ഷൻസ്. അപ്പോൾ റിട്ടേൺ ചെയ്യാത്തവരെ നമ്മൾ പ്രൊസീജിയറായിട്ട് തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു, വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നവരെ ഫംഗ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു എൻ്റയർ പ്രോഗ്രാമിനെ വേണമെങ്കിൽ നമുക്കൊരു പ്രൊസീജിയറായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഒരു പ്രൊസീജിയർ നെയിം നമ്മളുടെ പ്രോഗ്രാമിങ്ങിന് ഇടയ്ക്ക് എവിടെയെങ്കിലും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ ആ പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പ്രൊസീജിയർ കോൾ ബേസിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ പ്രൊസീജിയറിൻ്റെ ബോഡി ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഡെഫിനേഷനുള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിനാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രൊസീജിയർ എന്ന് പറയാം. ഇനി നമ്മൾ ഈ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന ടൈമിൽ ആ കോൾ പ്രൊസീജിയറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ച്വൽസിന് നമ്മൾ ഫോർമൽസ് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. വേറെ നമുക്ക് എക്സാമ്പിൾ പ്രോഗ്രാം കാണാം. പാസ്കലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ പേര് സോർട്ടാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് രണ്ട് പാരാമീറ്റേഴ്സ്, ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇനി ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അറേയുടെ ഇൻഡെക്സ് 0 to 10 ഓഫ് ഇൻഡിജേഴ്സ്. അപ്പോൾ 10 എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ നമ്മൾ സോർട്ട് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഫോർ റീഡിങ് അറേ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇറ്റ്സ് ഫോർ നെയിംഡ് ആസ് പാർട്ടീഷൻ. ഇവിടെ നമുക്ക് വേറെ പ്രൊസീജിയർ ഉണ്ട്, ക്വിക്ക് സോർട്ട്. അപ്പോൾ ഇത് രണ്ട് പ്രൊസീജിയർ ഒരു ഫംഗ്ഷൻ. ഇനി ഇതാണ് നമ്മളെ ശരിക്കും മെയിൻ പാർട്ട്, ബിഗിൻ എൻഡ്. അപ്പോൾ സോർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിങ്ങിൻ്റെ ബിഗിനിങ്ങും എൻഡും ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അറേ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് റീഡ് അറേ. ഫസ്റ്റ് നമ്മൾ റീഡ് അറേ പ്രൊസീജിയർ വിളിച്ചു. അപ്പോൾ റീഡ് അറേ പ്രൊസീജിയറായിട്ട് നെയിം ചെയ്തിരിക്കുന്നതിൻ്റെ മീനിങ് അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ള ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞ അറേയിലേക്ക് എലിമെൻറ്റ്സ് അത് റീഡ് ചെയ്യുന്നു. ഇനി റീഡ് അറേ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്വിക്ക് സോർട്ട് 1, n. അപ്പോൾ നമ്മൾ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറേ ഇൻഡെക്സുകളാണ് ഇവിടെ 1 ഉം n ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറേ ഇൻഡെക്സുകൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നതാണ് നോക്കിയാൽ പാർട്ടീഷൻ ഓഫ് m, n. അപ്പോൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേണിങ് സം വാല്യൂ. ഇവിടെ ഒരു ഇൻഡിജർ വാല്യൂ അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ നെയിം ചെയ്തേക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാ പാസ്കൽ കൺവെൻഷൻസ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ പാർട്ടീഷൻ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ ആൻഡ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ഐ. അപ്പോൾ ഐ എന്ന് പറഞ്ഞ ഒരു ഇൻഡിജറിലേക്കായിരിക്കും അത് സ്റ്റോർഡ് ആവുക. അപ്പോൾ ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ പർപ്പസ് നമ്മൾ കൊടുക്കുന്ന അറേനെ സ്പ്ലിറ്റാക്കി രണ്ടാക്കി തരിക. നമുക്കറിയാം ക്വിക്ക് സോർട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പിവോട്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു, അതിൻ്റെ പൊസിഷൻ ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള 2 ഹാഫ് ആക്കി എടുത്ത് ആ 2 ഹാഫിന് വീണ്ടും നമ്മൾ റിക്കേഴ്സീവ്ലി ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്, പക്ഷേ എഴുതിയിരിക്കുന്നത് പാസ്കൽ നൊട്ടേഷൻസ് ഉപയോഗിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. സോ I = പാർട്ടീഷൻ ഓഫ് m, n എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ അറേയിലെ പാർട്ടീഷൻ ചെയ്തു, 2 കമ്പോണൻസ് ആക്കി മാറ്റി. നമ്മൾ ആ പാർട്ടീഷൻ ഇൻഡെക്സ് ആണ് ഈ I ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് 2 സ്റ്റെപ്പ് നമുക്കറിയാം, എഗെയിൻ കോൾ ടു ക്വിക്ക് സോർട്ടാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ക്വിക്ക് സോർട്ടിനുള്ളിൽ തന്നെയാണ് നമ്മൾ ക്വിക്ക് സോർട്ടിനെ വീണ്ടും വിളിക്കുന്നത്. സോ റിക്കേഴ്സീവ് കോൾസ് ആണ്. ഈ റിക്കേഴ്സീവ് കോൾസ് നമ്മളുടെ അറേയുടെ 2 ഹാഫുകൾ ഉപയോഗിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് m ഉം എൻഡിങ് ഇൻഡെക്സ് n ഉം ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വിക്ക് സോർട്ടിലെ ഇൻഡെക്സുകൾ നോക്കി എമ്മിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എവിടെ വരെ പോവും,
i-1. I എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടീഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് i എന്ന് പറയുന്നത്. സോ m മുതൽ i-1 വരെ വിളിച്ച് ഫസ്റ്റ് ക്വിക്ക് സോർട്ട് വിളിച്ചു. ഇനി സെക്കൻഡ് ക്വിക്ക് സോർട്ട് ഏതായിരിക്കും? i എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ പിവോട്ട് എലമെൻറ്റിൻ്റെ പൊസിഷൻ ആയിരിക്കും. ഇനി i+1 മുതൽ നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് വരെ, അതായത് n വരെ, അത് നമ്മൾ വീണ്ടും സെക്കൻഡ് ക്വിക്ക് സോർട്ട് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് ഹാഫിന് ക്വിക്ക് സോർട്ട് വിളിച്ചു, സെക്കൻഡ് ഹാഫിന് ക്വിക്ക് സോർട്ട് വിളിച്ചു. അപ്പോൾ ഈ ഓർഡറിൽ റിക്കേഴ്സീവ്ലി പ്രോസസ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഹൗ പ്രൊസീജിയേഴ്സിന് നമ്മൾ പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ പ്രൊസീജിയറും ഫംഗ്ഷനും നമ്മൾ ഡിഫറൻസ് ഇവിടെ പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് വാല്യൂസ് റിട്ടേൺ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഫംഗ്ഷനായിട്ട് നെയിം ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആക്ടിവേഷൻ ട്രീസ്. നമ്മൾ കൺട്രോൾ ഫ്ലോ നോക്കുകയാണെങ്കിൽ നോർമലി സീക്വൻഷ്യലായിട്ടാണ് പോവുക. മീൻസ് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. കൺട്രോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങും, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ആ രീതിയിലായിരിക്കും പോവുക. ഇനി ഓരോ പ്രൊസീജിയറിൻ്റെ എക്സിക്യൂഷൻ ആ പ്രൊസീജിയർ ബോഡിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുക. നമ്മൾ എവിടെ നിന്നാണോ ആ പ്രൊസീജിയറിനെ വിളിച്ചത്, ആ പ്രൊസീജിയർ എക്സിക്യൂഷൻ കഴിയുമ്പോൾ കൺട്രോൾ തിരിച്ച് ആ പഴയ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും റിട്ടേൺ ചെയ്യുക. സോ ഈച്ച് എക്സിക്യൂഷൻ ബൈ പ്രൊസീജിയർ സ്റ്റാർട്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രൊസീജിയർ ബോഡി ആൻഡ് ഈവൻച്വലി റിട്ടേൺസ് കൺട്രോൾ ടു ദി പോയിന്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ പ്ലേസ് വേർ ദ പ്രൊസീജിയർ വാസ് കോൾഡ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ പ്രൊസീജിയറിനെ കോൾ ചെയ്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആവുന്നു, അതിലേക്ക് കോഴ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തും. ആ പ്രൊസീജിയർ കോളിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആയിരിക്കും കൺട്രോൾ തിരിച്ച് റിട്ടേൺ ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയർ കോൾസിനിടയ്ക്കുള്ള കൺട്രോൾ ഫ്ലോ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രീസ് ആണ്. അതിനാണ് നമ്മൾ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രൊസീജിയറിൻ്റെയും എക്സിക്യൂഷൻ, ആ എക്സിക്യൂഷനെയാണ് നമ്മൾ ആ പ്രൊസീജിയറിൻ്റെ ആക്ടിവേഷനായിട്ട് കൺസിഡർ ചെയ്യുക. So each execution of a procedure body is referred to as an activation. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പ്രൊസീജിയറിനെ വിളിക്കുന്നത് ആക്ടിവേഷൻ ആണ്. ഈ ലൈഫ് ടൈം ഓഫ് ആൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ ബോഡി. അപ്പോൾ ഒരു പ്രൊസീജിയറിൻ്റെ ആക്ടിവേഷൻ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനും ലാസ്റ്റ് സ്റ്റെപ്പിനും ഇടയ്ക്കുള്ള എല്ലാ സീക്വൻസ് ഓഫ് സ്റ്റെപ്പിനെയാണ് അതിൻ്റെ ലൈഫ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് ടൈം ഓഫ് ആൻ ആക്ടിവേഷൻ ഓഫ് എ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് അവസാനിച്ചു, ഇതിനിടയ്ക്കുള്ള എല്ലാ സീക്വൻസ് സ്റ്റെപ്സിനെയാണ് നമ്മൾ ലൈഫ് ടൈം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ വേറെ ഏതെങ്കിലും പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നുണ്ടാവും, അതിൽ നിന്ന് വേറെ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പോകുന്നതെല്ലാം ഈ ലൈഫ് ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്. So the lifetime refers to consecutive sequence of steps during the execution of a program. ഇനി if A and B are procedure activations, രണ്ട് പ്രൊസീജിയർ ആക്ടിവേഷൻസ് ആണ് എയും ബിയും എന്ന് കരുതുക. ഒന്നുകിൽ അവരുടെ ലൈഫ് ടൈം നെസ്റ്റഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് ആയിട്ട് വേണമെങ്കിലും വരാം. എപ്പം നമ്മൾ ഏത് പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നെസ്റ്റഡ് ആയിട്ടാണോ ഓവർലാപ്പിംഗ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളത്, നോൺ ഓവർലാപ്പിംഗ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഫസ്റ്റ് ആക്ടിവേറ്റഡ് ആയി, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ബി ആക്ടിവേറ്റഡ് ആയി എന്ന് കരുതുക, അല്ലെങ്കിൽ ബി അതിൻ്റെ ആക്ടിവേഷനിൽ കയറി, അല്ലെങ്കിൽ ബി അതിന് എക്സിക്യൂഷൻ തുടങ്ങി. അപ്പോൾ ഈ കൺട്രോൾ നമ്മൾ ഫ്ലോ പറയുമ്പോഴത്തേക്കും ഇനി ബി അതിൽ നിന്ന് ലീവ് ചെയ്ത് ബി ആക്ടിവേഷൻ കഴിഞ്ഞ് ബി കൺട്രോൾ ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എക്ക് ലീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഫോമിലായിരിക്കണം നമ്മൾ ആക്ടിവേഷൻസിന് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൊസീജിയർ റിക്കേഴ്സീവ് ആണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് എ ന്യൂ ആക്ടിവേഷൻ ക്യാൻ ബിഗിൻ ബിഫോർ ആൻ ഏർലിയർ ആക്ടിവേഷൻ ഓഫ് ദ സെയിം പ്രൊസീജിയർ ഹാസ് എൻഡഡ്. അപ്പോൾ മുമ്പ് നമ്മൾ പ്രാവശ്യം ഈ പ്രൊസീജിയറിനെ വിളിച്ചിട്ടുണ്ട്, അത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രൊസീജിയർ കോള് എക്സിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ളിൽ വീണ്ടും ഈ പ്രൊസീജിയറിനെ കോൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ആക്ടിവേഷൻ കൂടി ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രൊസീജിയർ റിക്കേഴ്സീവ് ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കേസിലാണ് ഇവിടെ നമ്മൾ ക്വിക്ക് സോർട്ട് വിളിച്ചു. അപ്പോൾ ഈ ആക്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എക്സിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ക്വിക്ക് സോർട്ടിനെ ഇവിടെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം, റിക്കേഴ്സീവ് ആണെന്ന് പറയാം. So a procedure is recursive if a new activation can begin before an earlier activation of the same procedure has ended. അപ്പോൾ ആദ്യം നമ്മൾ വിളിച്ചത് ആക്ടിവേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ തുടങ്ങിയത് അവസാനിച്ചിട്ടില്ല, അത് കറൻ്റ്ലി റണ്ണിങ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ അല്ലെങ്കിൽ ലൈവ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളൊരു പുതിയ ആക്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ പുതിയ എക്സിക്യൂഷൻ വരെ കോൾ വരിക. ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് പ്രൊസീജിയർ റിക്കേഴ്സീവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ റിക്കേഴ്സീവ് പ്രൊസീജിയർ പി നീഡ് നോട്ട് കോൾ ഇറ്റ് സെൽഫ് ഡയറക്റ്റ്ലി. അപ്പോൾ പി എന്ന് പറഞ്ഞതിന് അത് തന്നെ ഡയറക്റ്റ്ലി വിളിക്കണം എന്നില്ല. ഒന്നുകിൽ പി വേറെ ഒരു ക്യൂ എന്ന് പറഞ്ഞ പ്രൊസീജിയറിനെ വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യൂവിനുള്ളിൽ വേറെ എവിടെയെങ്കിലും പിയെ വിളിക്കുകയാണെങ്കിലും ദാറ്റ് ഓൾസോ ക്യാൻ ബി കൺസിഡർഡ് റിക്കേഴ്സീവ് ഇൻ ദ കേസ് ഓഫ് ദിസ് ലാംഗ്വേജ്. അപ്പോൾ പ്രൊസീജിയേഴ്സ് ആക്ടിവേഷനിൽ കയറുന്നതും അല്ലെങ്കിൽ അത് ആക്ടിവേഷൻ ലീവ് ചെയ്യുന്നതും ഏത് ഓർഡറിലാണ് അതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രീ സ്ട്രക്ചറാണ് ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. സോ ആക്ടിവേഷൻ ട്രീ ഈസ് യൂസ് ടു ഡെപിക്ട് ദ വേ കൺട്രോൾ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ആക്ടിവേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമാണ് ഇതിൽ കാണുന്നത്. പിന്നെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻസിൻ്റെ സീക്വൻസ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എക്സിക്യൂഷൻ ബിഗിൻസ്, നമ്മൾ ഇവിടുന്ന് തുടങ്ങി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് കോളിംഗ് റീഡർ. ഇപ്പോൾ റീഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അവിടെ ഒരു ആക്ടിവേഷൻ
ക്രിയേറ്റ് ചെയ്യുകയാണ്, ആക്ടിവേഷനിലേക്ക് കയറുകയാണ്. അതുപോലെ തന്നെ അത് അതിൻ്റെ പ്രോസസ്സിങ് കഴിയുമ്പോൾ ആക്ടിവേഷൻ നമ്മൾ ലീവ് ചെയ്യും. സോ ഫസ്റ്റ് എൻ്റർ റീഡ് അറേ. അപ്പോൾ ഈ പ്രൊസീജിയറിലേക്ക് എത്തി. ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ആയി. ദാറ്റ് ഈസ് ലീവ് റീഡ് അറേ. ഇനി റീഡ് അറേ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഗെയിൻ ഇറ്റ്സ് എ കോൾ ടു ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ വിത്ത് 1,9. അപ്പോൾ ഈ പ്രൊസീജിയറിനാണ് കോൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എൻ്ററിങ് ആൻ ആക്ടിവേഷൻ. സോ എൻ്റർ ക്വിക്ക് സോർട്ട് 1,9. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോൾ നടത്തുമ്പോൾ ഇതിനുള്ളിൽ കയറി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് കോൾ ഈസ് ടു പാർട്ടീഷൻ. പാർട്ടീഷനിൽ എന്നും സെയിം തന്നെയാണ്. സോ പാർട്ടീഷൻ എന്ന പ്രൊസീജിയറോട് നമുക്ക് കാണാം. അതിലേക്കാണ് നെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടുത്ത ആക്ടിവേഷൻ ക്രിയേറ്റഡ് ആവുകയാണ്. സോ എൻ്റർ പാർട്ടീഷൻ വിത്ത് വാല്യൂസ് 1 and 9. അപ്പോൾ പാർട്ടീഷനിൽ പോയി. പാർട്ടീഷനിൽ ചെയ്യാനുള്ള പ്രോസസ്സിങ് കഴിഞ്ഞു. അവിടെ നിന്ന് അത് തിരിച്ച് റിട്ടേൺ ചെയ്തു. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിൻ്റെ മീനിങ്? ഇറ്റ് ലീവ്സ് ദ ആക്ടിവേഷൻ. ഇതാണ് ലീവ് പാർട്ടീഷൻ 1,9. അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞ് എക്സിറ്റ് ആയി ഇവിടെ തിരിച്ചെത്തി. ഇവിടെ ഇപ്പോൾ കിട്ടിയ വാല്യൂ i = 4 ആണെന്ന് കരുതുക. ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വിളിക്കേണ്ടത് ക്വിക്ക് സോർട്ടാണ്. ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ i-1 വരെ. i = 4 ആണ്. ഫസ്റ്റ് ഇൻഡെക്സ് നമുക്ക് ഇവിടെ 1 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ m = 1, i = 4 ആണെങ്കിൽ 4 - 1 ദാറ്റ് ഈസ് 3. സോ ക്വിക്ക് സോർട്ട് 1,3 അതാണ് നമ്മൾ വിളിക്കേണ്ടത്. സോ എൻ്റർ ക്വിക്ക് സോർട്ട് 1,3. അപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് അഗെയിൻ എ റിക്കേഴ്സീവ് കോൾ ടു ദി സെയിം ഫംഗ്ഷൻ. അപ്പോൾ വീണ്ടും ക്വിക്ക് സോർട്ട് വിളിക്കുമ്പോൾ ഇവിടെ വന്നു, വീണ്ടും പാർട്ടീഷൻ വിളിച്ചു, അതിൻ്റെ അകത്ത് വീണ്ടും ക്വിക്ക് സോർട്ട് വിളിച്ചു. ആ ഒരു പോർഷനാണ് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു എന്ന് കരുതുക. ആ ക്വിക്ക് സോർട്ടിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവേഷൻ്റെ പ്രോസസ്സിങ് എല്ലാമാണ് ഈ ഡോട്ടിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ആ ക്വിക്ക് സോർട്ടിൽ നിന്ന് ലീവ് ചെയ്യുക. സോ ലീവ് ക്വിക്ക് സോർട്ട് 1,3. അപ്പോൾ ആ ക്വിക്ക് സോർട്ടിൽ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടീഷൻ കഴിഞ്ഞു, ഈ ക്വിക്ക് സോർട്ടും കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഈ സെൻറ്ററിങ് അടുത്ത ആക്ടിവേഷൻ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ആക്ടിവേഷൻ ഓഫ് ക്വിക്ക് സോർട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ആക്ടിവേഷനിലേക്ക് കയറി, ദാറ്റ് ഇസ് അഗെയിൻ എൻ്റർ ക്വിക്ക് സോർട്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവിടം വരെ നമ്മൾ ഇൻഡെക്സുകൾ വരിക i+1 to n ആണ്. i = 4 ആയിരുന്നു. സോ i+1 എന്ന് പറയുമ്പോൾ എന്തായി? 5 ആയി. സോ 5,9. 9 is the ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ എൻ്റർ ക്വിക്ക് സോർട്ട് വിത്ത് ഇൻഡെക്സസ് 5 and 9. അപ്പോൾ വീണ്ടും ഇറ്റ്സ് എ റിക്കേഴ്സീവ് കോൾ. ബാക്കി അതിനുള്ള പ്രൊസീജിയേഴ്സ് വീണ്ടും നടക്കും. പാർട്ടീഷൻ അഗെയിൻ വിളിക്കും, വീണ്ടും ഈ 2 ക്വിക്ക് സോർട്ട് വിളിക്കും. അപ്പോൾ ആ പ്രോസസ്സിംഗ് ആണ് ഈ ഡോട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിയുമ്പോൾ ആ കറസ്പോണ്ടിങ് ക്വിക്ക് സോർട്ട് ആക്ടിവേഷനിൽ അത് പുറത്തേക്ക് ഇറങ്ങും. ദാറ്റ് ഈസ് ലീവ് ക്വിക്ക് സോർട്ട് ഓഫ് 5,9. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് ക്വിക്ക് സോർട്ടിൻ്റെ കോള്. 1 ഉം 9 ഉം വെച്ചാണ് നമ്മളിവിടെ വിളിച്ചതെങ്കിൽ ഫസ്റ്റ് ആ ആക്ടിവേഷൻ അത് കഴിഞ്ഞിട്ട് മാത്രമേ ലീവ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഫൈനലി ലീവ് ദ ക്വിക്ക് സോർട്ട് 1,9 ആൻഡ് എക്സിക്യൂഷൻ ഇസ് ടെർമിനേറ്റഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവേഷൻസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓരോ പ്രൊസീജിയർ കോളും നമ്മൾ ഓരോ ആക്ടിവേഷനായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എപ്പോൾ കോൾ ഉണ്ടാവണം അപ്പോൾ അത് ആക്ടിവേഷൻ എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്ന് എക്സിക്യൂഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റ് ലീവ്സ് ദാറ്റ് കറസ്പോണ്ടിങ് ആക്ടിവേഷൻ. ഇനി ആക്ടിവേഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷനിൽ ഓരോ നോഡും നമ്മൾ ഓരോ ആക്ടിവേഷനായിരിക്കും കൺസിഡർ ചെയ്യുക, ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈച്ച് നോഡ് റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവേഷൻ ഓഫ് എ പ്രൊസീജിയർ. അപ്പോൾ ഒരു പ്രൊസീജിയറിന് ഒരു പ്രാവശ്യം നമ്മൾ കോൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ആക്ടിവേഷൻ ട്രീയിൽ ഒരു നോഡായിരിക്കും. ഇനി റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ ആക്ടിവേഷൻ ആയിരിക്കും. സോ ദ റൂട്ട് റെപ്രസെൻറ്റ്സ് ദ ആക്ടിവേഷൻ ഓഫ് ദി മെയിൻ പ്രോഗ്രാം. Node for A is the parent of the node for B if and only if control flows from activation A to B. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് കൺട്രോൾ ഫ്ലോ വരുന്നതെങ്കിൽ നമ്മൾ ആക്ടിവേഷൻ ട്രീ വരയ്ക്കുമ്പോൾ എ ആയിരിക്കും പേരൻറ്റ്, അതിൻ്റെ ചൈൽഡായിട്ടായിരിക്കും ബീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നോട്ട് ഫോർ എ is to the left of the node for B if and only if the lifetime of A occurs before the lifetime of B. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോൾ പറഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിനുള്ളിൽ മെയിനായിട്ട് വന്നിരുന്നത്, 3 ഫംഗ്ഷൻ കോൾസ്. ഫസ്റ്റ് നമ്മൾ പാർട്ടീഷൻ എന്ന പ്രൊസീജിയറിനെ വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം നമ്മൾ പകുതി അറേ വെച്ചിട്ട് ക്വിക്ക് സോർട്ടിനെ വിളിച്ചു. അപ്പോൾ ആ 3 പ്രൊസീജിയർ കോൾസ് നമ്മൾ ട്രീയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സെയിം ലെവലിലായിരിക്കും വരിക. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡായിട്ട് പാർട്ടീഷൻ വരും, അടുത്ത ചൈൽഡായിട്ട് ഫസ്റ്റ് ക്വിക്ക് സോർട്ട് വരും, അടുത്ത ചൈൽഡായിട്ട് അടുത്ത ക്വിക്ക് സോർട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ടൈം ബേസിസിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ സീക്വൻസ് ഓഫ് ആക്ടിവേഷൻസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ ട്രീ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ ആക്ടിവേഷൻ, സോർട്ട് പ്രോഗ്രാം ആയതുകൊണ്ട് എസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കണം. ഇനി സോർട്ടിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് വിളിച്ചിരുന്നത് എന്തായിരുന്നു? റീഡ് അറേ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ റീഡിൻ്റെ ആക്ടിവേഷനാണ് ഈ ഒരു ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം റീഡിൽ പോയി റീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്തു, അതിൽ നിന്ന് ലീവ് ചെയ്ത് തിരിച്ചിങ്ങോട്ടെത്തി എസ്സിൽ തന്നെ കൺട്രോൾ എത്തി. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന പ്രൊസീജിയർ എന്തായിരുന്നു? റീഡ് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്വിക്ക് സോർട്ട് എന്ന പ്രൊസീജിയർ കോളാണ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് 1 and 9. അപ്പോൾ അതാണ് നെക്സ്റ്റ് ആക്ടിവേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. എസ്സിൽ ഫസ്റ്റ് ആർ ചെയ്യുക, അത് കഴിഞ്ഞ് ലീവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് Q1,9 ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോളിനെ വിളിച്ചു. അതാണ് നെക്സ്റ്റ് ആക്ടിവേഷൻ. ഇനി Q1,9ൻ്റെ കേസിലാണ് നമുക്കറിയാം ക്വിക്ക് സോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം
പാർട്ടീഷൻ മെത്തേഡിനെ വിളിക്കും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ പാർട്ടീഷൻ റിട്ടേൺ ചെയ്യുന്ന ഐയുടെ ബേസിസിൽ ഈ ക്യൂവിനെയും ഈ ക്വിക്സോർട്ടിനെയും വീണ്ടും വിളിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണ് ആ ചൈൽഡ് നോട്ട്സിനെ കാണുന്നത്. ഈ ക്വിക്സോർട്ട് എന്ന് പറഞ്ഞ പ്രൊസീജിയറിനുള്ളിലുള്ള 3 ആക്ടിവേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവേഷൻ എന്തിനു വേണ്ടിയായിരിക്കും? ആദ്യം പാർട്ടീഷൻ മെത്തേഡിനെയാണ് വിളിക്കുന്നത്. പാർട്ടീഷനിൽ പോയി അതാണ് എഴുതിയിട്ടുള്ളത്. എൻ്റർ പാർട്ടീഷൻ 1,9. അപ്പോൾ അത് ഇവിടെ എത്തി. ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്തു. അതിൽ ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആൻഡ് ലീവ് ദ പാർട്ടീഷൻ 1,9. ഇവിടെ നിന്ന് തിരിച്ച് എക്സിറ്റ് ആയി ഇവിടെ എത്തി. ക്വിക്സോർട്ടിൽ തന്നെ കൺട്രോൾ എത്തി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ ക്വിക്സോർട്ടിനെ വിളിക്കും. ഇനി ഈ ക്വിക്സോർട്ടിനെ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഐയുടെ ബേസിസിലായിരിക്കും നമ്മൾ ഈ ക്വിക്സോർട്ടിനെ വിളിക്കുക. ഐയുടെ വാല്യൂ ഇവിടെ 4 ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 1 മുതൽ 4 - 1 വരെ, അതായത് 3 വരെ. സോ ക്വിക്സോർട്ട് വിത്ത് 1,3. അപ്പോൾ ഈ ഒരു ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല. അഗെയിൻ എ കോൾ ടു ക്വിക്സോർട്ട്. അപ്പോൾ ഈ ക്വിക്സോർട്ടിൻ്റെ കോൾ എങ്ങനെയായിരിക്കും? നമുക്ക് അതിലും അഗെയിൻ പാർട്ടീഷൻ വേണം. അടുത്ത 2 ക്വിക്സോർട്ടുകൾ ഓരോ ഹാഫിന് വേണ്ടിയും വേണം. അപ്പോൾ ഈ ക്വിക്സോർട്ട് കോൾ, അതായത് Q1,3യുടെ കേസിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പാർട്ടീഷൻ വിത്ത് സെയിം ഇൻപുട്ട് വാല്യൂസ് കൊടുക്കുക. സോ പാർട്ടീഷൻ ഓഫ് 1,3. അപ്പോൾ ഈ പാർട്ടീഷൻ നമ്മൾ അഗെയിൻ എൻ്റർ പാർട്ടീഷൻ, അതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്ത് ഈ ഒരു പോർഷനിലായിരിക്കും നമുക്ക് ആ പോർഷൻ കോൾസ് എല്ലാം വരിക. എൻ്റർ ക്വിക്സോർട്ട് 1,3 എന്ന് വെച്ചാൽ ഇവിടെയാണ് കാണിക്കുന്നത്. ഇനി അത് ലീവ് ചെയ്യുന്ന പോർഷൻ നമുക്കിവിടെ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാർട്ടീഷനിലെത്തി. പാർട്ടീഷനിൽ പോയി നമ്മൾ ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചു. i = 1 ആണെന്ന് കരുതുക. ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ബാക്കി ക്വിക്സോർട്സ് ആണ് കോൾസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ ഈ i-1 വരെ, അതുപോലെ i+1 മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെ. ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1 - 1 ആകുമ്പോൾ 0 ആയി, 1 + 1 ആകുമ്പോൾ 2 ആയി. 1ഉം 3ഉം നമ്മുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും. അഗെയിൻ ഓരോ ക്വിക്സോർട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ പ്രൊസീജിയേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഇവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞാലേ ഉള്ളൂ ഈ Q13യുടെ ആക്ടിവേഷൻ എൻഡായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ കൺട്രോൾ നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് പോവുള്ളൂ, ഈ Q5,9ലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 5ഉം 9ഉം ആണ് നമ്മളെ ലിമിറ്റ്സ്. അപ്പോൾ ഇത് അഗെയിൻ എന്തായിരിക്കും? അഗെയിൻ കോൾ ടു ക്വിക്സോർട്ട്. അപ്പോൾ അവിടെ നമുക്ക് 3 ആക്ടിവേഷൻസ് വരാം. ഫസ്റ്റ് നമ്മളുടെ പാർട്ടീഷൻ വിത്ത് സെയിം സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വാല്യൂസ്. പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കും? അടുത്ത 2 ക്വിക്സോർട്ടിലേക്കുള്ള കോൾസ്. അപ്പോൾ ഈ പാർട്ടീഷൻ റിട്ടേൺ ചെയ്യുന്ന ഐയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2 ക്വിക്സോർട്ട് കോൾസ് വരിക. അപ്പോൾ i = 6 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 6 - 1 ആണ് 5, 6 + 1 ആണ് 7. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇൻഡെക്സും i-1ഉം i+1ഉം ലാസ്റ്റ് ഇൻഡെക്സും ഉപയോഗിച്ച് വീണ്ടും ക്വിക്സോർട്ട് വിളിക്കുക. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ ആക്ടിവേഷൻ ട്രീ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഒരു ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അടുത്തതിലേക്ക് കൺട്രോൾ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ റിക്കേഴ്സീവിൽ വിളിക്കുന്ന കേസിൽ അത് ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ അതിനെ കോൾ ചെയ്യുന്ന പ്രൊസീജിയർ കോളിന് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. ഈ നെക്സ്റ്റ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂ എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റാക്ക്. അപ്പോൾ ഫ്ലോ ഓഫ് കൺട്രോൾ നമ്മൾ പ്രോഗ്രാമിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആക്ടിവേഷൻ ട്രീയിൽ നമ്മളൊരു ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിൽ നടത്തിയാൽ മതി. റൂട്ടിൽ നിന്ന് ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിൽ നടത്തുക. വിസിറ്റ് എ നോഡ് ബിഫോർ ഇറ്റ്സ് ചിൽഡ്രൻ ആൻഡ് റിക്കേഴ്സീവ്ലി വിസിറ്റ്സ് ചിൽഡ്രൻ അറ്റ് ഈച്ച് നോഡ് ഇൻ ദ ലെഫ്റ്റ് റൈറ്റ് ഓർഡർ. ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിൽ നമുക്കറിയാം ഡെപ്ത് ലെവലിൽ പോവുക, റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങി മാക്സിമം ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്ന് നോക്കുക. അവിടെ നിന്ന് തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക, ബാക്കിയുള്ള ലെവൽസിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ആക്ടിവേഷൻ ട്രീയിൽ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എ കൺട്രോൾ സ്റ്റാക്ക് ഈസ് യൂസ് ടു കീപ് ട്രാക്ക് ഓഫ് ദ ലൈവ് പ്രൊസീജിയർ ആക്ടിവേഷൻ. കറൻ്റ്ലി ഏതെല്ലാം ആക്ടിവേഷൻസ് ലൈവ് ആയിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു നോഡ് നമ്മൾ ഈ കൺട്രോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത് ആക്ടിവേഷൻ വരുമ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ആക്ടിവേഷൻ തുടങ്ങുമ്പോൾ അത് കഴിയുമ്പോൾ അതിനെ പോപ്പ് ചെയ്യാം. അപ്പോൾ ദ മെയിൻ ഐഡിയ ഈസ് ടു പുഷ് ദ നോഡ് ഫോർ ആൻ ആക്ടിവേഷൻ ഓൺ ടു ദ കൺട്രോൾ സ്റ്റാക്ക് ആസ് ദ ആക്ടിവേഷൻ ബിഗിൻസ് ആൻഡ് ടു പോപ്പ് ദ നോഡ് വെൻ ദ ആക്ടിവേഷൻ എൻഡ്സ്. അപ്പോൾ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ കറസ്പോണ്ടിങ് നോഡിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ആക്ടിവേഷൻ എൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് അതിനെ പോപ്പ് ഔട്ട് ചെയ്യാം. So contents of the control stack are related to the paths to the root of the activation tree. അപ്പോൾ ഒരു റൂട്ടിൽ നിന്ന് ആ കറസ്പോണ്ടിങ് നോഡ് വരെയുള്ള പാത്ത് ആയിരിക്കും ശരിക്കും നമ്മളുടെ കൺട്രോൾ സ്റ്റാക്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. When node n is at the top of the control stack, the stack contains the nodes along the path from n to the root. അപ്പോൾ n-ലാണ് സ്റ്റാക്കിലുള്ള നോഡെങ്കിൽ അത് n-ൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്ത് നമുക്ക് സ്റ്റാക്ക് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രോൾ സ്റ്റാക്കിൻ്റെ ഓർഗനൈസേഷനാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. ഇത് നമ്മളുടെ ആക്ടിവേഷൻ ട്രീ ആണ്. കുറച്ച് മുമ്പ് പറഞ്ഞ ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സ്റ്റാക്ക്. അപ്പോൾ എസ്സിൽ നമ്മൾ തുടങ്ങി.
അപ്പോൾ കൺട്രോൾ സ്റ്റാക്കിലെ റെപ്രസെൻറ്റേഷനകത്ത് ഈ സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കറന്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷൻസ് ആണ്. ഈ ഡാഷ്ഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ആക്ടിവേഷൻ എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോർട്ട് പ്രോഗ്രാമിൻ്റെ മെയിൻ റൂട്ട് നോഡ്, അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവേഷൻ നമ്മൾ റീഡയറക്റ്റ് പ്രൊസീജിയറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് റീഡയറക്റ്റ് ആക്ടിവേഷൻ വിളിച്ചു, നമ്മൾ അവിടെ പോയി പ്രോസസ്സിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അടുത്ത ഈ കോളിലേക്ക് പോവുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷൻ എൻഡ് ചെയ്തു, അല്ലെങ്കിൽ ലൈഫ് ടൈം കഴിഞ്ഞു. സോ ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ഇതിനെ ഡാഷ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കംപ്ലീഷൻ ആയി കഴിഞ്ഞ ഒരു ആക്ടിവേഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ഡാഷ് ലൈനിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് Q1,9 എന്ന് പറഞ്ഞ കോളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ടിവേഷൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ വിളിക്കുക, ആദ്യം നമ്മൾ പാർട്ടീഷൻ മെത്തേഡ് വിളിക്കും. അപ്പോൾ P1,9 ആണ് നെക്സ്റ്റ് ആക്ടിവേഷൻ. അപ്പോൾ ഇവിടെ വന്നു, പാർട്ടീഷൻ ചെയ്തു, ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അത് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷനും കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് ഡാഷ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് അടുത്ത ക്വിക്സോർട്ടിലേക്കുള്ള കോൾ പോവുക, Q with 1,3. അപ്പോൾ പാർട്ടീഷൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ 3യുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വിക്സോർട്ട് എന്ന് പറയുമ്പോൾ എന്തായി, എഗെയിൻ നമ്മൾ അവിടെയും പാർട്ടീഷനും അടുത്ത 2 ക്വിക്സോർട്ടും വേണം. അപ്പോൾ ഫസ്റ്റ് ഈ പാർട്ടീഷൻ കോഡിലേക്കായിരിക്കും പോവുക. ഇതാണ് അടുത്ത ആക്ടിവേഷൻ PF1,3. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് തന്നെയായിരിക്കും പാർട്ടീഷനിൽ വരുന്ന ഫസ്റ്റ് ലിമിറ്റും സെക്കൻഡ് ലിമിറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു, ഈ പാർട്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തു, അതിന് ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അത് കൺട്രോൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതും കംപ്ലീഷനിലെത്തി. അതുകൊണ്ടാണ് ഡാഷ് ലൈനിൽ കാണിച്ചേക്കുന്നത്. ഈ നെക്സ്റ്റ് കാണുന്നത് എന്തായിരിക്കും, Q1,0. അപ്പോൾ ഇവിടെയും പ്രോസസ്സിങ് കഴിഞ്ഞു. Q1,0 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു റിസൾട്ട് ഫൈനൽ സ്റ്റെപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇതിന് പ്രോസസ്സിങ് കഴിയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കംപ്ലീഷൻ ആയതുകൊണ്ടാണ് ഡാഷ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സോളിഡ് ലൈൻ കാണുന്നതിൻ്റെ മീനിങ് എന്താണ്, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള കറൻ്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷനാണ്. അതുപോലെ Q1,9 എക്സിറ്റ് ആയിട്ടുള്ള കറൻ്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷനാണ്. അപ്പോൾ ഈ എസിൻ്റെ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടില്ല. ഈ ഡാഷ് ലൈനിൽ കാണുന്നത് മാത്രം പ്രോസസ്സ് ചെയ്ത് ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്ത് കംപ്ലീഷനിലായി എന്നുള്ളതിനാണ് ഡാഷ് ലൈൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ കറൻ്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂ ഈസ് സ്കോപ്പ് ഓഫ് എ ഡിക്ലറേഷൻ. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പേര്, ഒരു നെയിം, ഒരു ഇൻഫർമേഷൻ, കറസ്പോണ്ടിങ് ഇൻഫർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്ലറേഷൻസ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടും ഇംപ്ലിസിറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് ഡിക്ലറേഷൻസ് സെയിം നെയിമിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു പെർട്ടിക്കുലർ നെയിം ഒരു പ്രോഗ്രാമിൽ വരിക, ഒരു പോർഷനിൽ വരികയാണെങ്കിൽ അതിന് ഏത് ഡിക്ലറേഷനാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്കോപ്പ് റൂൾസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. സോ പോർഷൻ ഓഫ് എ പ്രോഗ്രാം ടു വിച്ച് എ ഡിക്ലറേഷൻ അപ്ലൈസ് ഇസ് കോൾഡ് സ്കോപ്പ് ഓഫ് ദ ഡിക്ലറേഷൻ. അപ്പോൾ ഈ ഡിക്ലറേഷൻ ഏതൊരു പ്രോഗ്രാമിൻ്റെ പോർഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. An occurrence of a name in a procedure is said to be local to the procedure if it is in the scope of the declaration within the procedure. Otherwise, the occurrence is said to be non-local. ഇപ്പോൾ ഒരു പ്രൊസീജിയർ ഡിക്ലറേഷൻ്റെ സ്കോപ്പിനുള്ളിലാണ് നമ്മളൊരു നെയിം ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ലോക്കൽ എന്ന് പറയാം, അല്ലാന്നുള്ളതിന് നോൺ ലോക്കൽ എന്ന് പറയാം. ഈ കമ്പൈൽ ടൈമിൽ നമുക്ക് സിമ്പിൾ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പെർട്ടിക്കുലർ നെയിം കാണുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഏത് ഡിക്ലറേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴെല്ലാം ഒരു ഡിക്ലറേഷൻ നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ അതിനുവേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ടേബിൾ എൻട്രി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ആ ഡിക്ലറേഷൻ്റെ സ്കോപ്പിനുള്ളിലായിരിക്കുന്നിടത്തോളം നമ്മളെപ്പോൾ ആ കറസ്പോണ്ടിങ് എൻട്രി സിമ്പിൾ ടേബിൾ എൻട്രി ലുക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എൻട്രി റിട്ടേൺ ചെയ്ത് കിട്ടും. ദെൻ ലാസ്റ്റ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂ ഈസ് ബൈൻഡിങ് ഓഫ് നെയിംസ്. നമ്മൾ പ്രോഗ്രാമിൽ നമ്മളെല്ലാ നെയിമും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സെയിം നെയിം വേണ്ടി നോട്ട് ഡിഫറെൻറ്റ് ഡേറ്റ ഓബ്ജക്ട്സ് അറ്റ് റൺ ടൈം. അപ്പോൾ ഡേറ്റ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിനോട്ട് ദ സ്റ്റോറേജ് ലൊക്കേഷൻ ദാറ്റ് ക്യാൻ ഹോൾഡ് വാല്യൂസ്. നമ്മൾ 3 ടേംസ് പറയുന്നുണ്ട്, ഒന്ന് ഡേറ്റ ഓബ്ജക്റ്റ്, പിന്നെ ഒന്ന് എൻവയോൺമെൻറ്റ്, പിന്നെ ഒന്ന് സ്റ്റേറ്റ്. ഡേറ്റ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് എ നെയിം ടു സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പോൾ നെയിമും സ്റ്റോറേജ് ലൊക്കേഷനും തമ്മിൽ മാപ്പ് ചെയ്യാം. Term state refers to a function that maps a storage location to the value header. അപ്പോൾ 2 മാപ്പിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് നെയിമിൽ നിന്ന് ലൊക്കേഷനിലേക്ക്, അതാണ് എൻവയോൺമെൻറ്റ് എന്ന ടൈം ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോറേജ് ലൊക്കേഷനിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ്ങിൽ വാല്യൂയിലേക്കുള്ള മാപ്പിംഗ്, അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ടൈം ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ an environment maps a name to an n value. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെയിമും സ്റ്റോറേജും തമ്മിലുള്ള മാപ്പിംഗ് ആണ്, സ്റ്റോറേജ് ലൊക്കേഷൻ തമ്മിലുള്ള മാപ്പിംഗ് ആണ് എൻവയോൺമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റോറേജ് ലൊക്കേഷനും അതിന് കറസ്പോണ്ടിങ് വാല്യൂവും തമ്മിലുള്ള മാപ്പിംഗ് ആണ് സ്റ്റേറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് മാപ്പിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മാപ്സ് എ നെയിം ടു ആൻ എൽ വാല്യൂ ആൻഡ് എ സ്റ്റേറ്റ് മാപ്സ് ആൻ എൽ വാല്യൂ ടു ആൻ ആർ വാല്യൂ. എൻവയോൺമെൻറ്റും സ്റ്റേറ്റ്സും ഡിഫറെൻ്റ് ആണ്.
ഒരു അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റേറ്റ് ആണ് ചേഞ്ച് ആവുക, പക്ഷേ വാല്യൂ ആണ് ചേഞ്ച് ആവുക, എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇത് 2 സ്റ്റേജ് മാപ്പിംഗ് ഫ്രം നെയിം ടു വാല്യൂസ്. ഒരു നെയിമിന് നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റോറേജ് ലൊക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കേസ് എക്സ് ഈസ് ബൗണ്ട് ടു എസ്. എക്സ് എന്ന് പറഞ്ഞത് കറസ്പോണ്ടിങ് നെയിം, എസ് എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പോൾ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡൈനാമിക് കൗണ്ടർ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്റ്റാറ്റിക് ഡൈനാമിക് കൗണ്ടർ പാർട്സ് ആണ് താഴെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡെഫിനേഷൻ ഓഫ് എ പ്രൊസീജിയർ. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതിന് ഡൈനാമിക് കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ പ്രൊസീജിയർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ, അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡൈനാമിക് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഡൈനാമിക് കൗണ്ടർ പാർട്ട് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ബൈൻഡിങ് ഓഫ് എ നെയിം എന്ന് വെച്ചാൽ ഒരു നെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷനും നമ്മൾ അസോസിയേറ്റ് ചെയ്യാം. Then scope of a declaration is a static notion and the corresponding lifetime of a binding is the corresponding dynamic counterpart. So that's all of source language issue.